ഹായ് നമസ്കാരം. ഞാൻ ആഷിഖ് ബാബു. നമുക്കേവർക്കും അറിയാം, കേന്ദ്ര നിർദ്ദേശാനുസരണം നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കീഴിൽ വരുന്ന കോളേജുകളിലും ഈ വർഷം മുതൽ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം അഥവാ FIUGP നടപ്പിലാക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. എന്താണ് ഈ FIUGP? ഇത് വന്നാലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് കരിയറിനെ ബാധിക്കുക? അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളൊക്കെ ഒരു പരിധിവരെ ദൂരീകരിക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ടോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരല്പം ലെങ്തി ആയ വീഡിയോ ആണ്. കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. പക്ഷേ കേട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെടും. 1986 രൂപീകരിച്ച ഒരു നയം പ്രകാരമാണ് ഇപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും കാലഹരണപ്പെട്ട ഒരു സിസ്റ്റം മാറ്റി ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 2020 NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 രൂപീകരിച്ചു. ഈ NEPയുടെ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു നിലവിലെ 3 വർഷ ഡിഗ്രികളൊക്കെ മാറ്റിയിട്ട് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ ആരംഭിക്കുക എന്നുള്ളത്. കേരളത്തിൽ ഇപ്പോൾ FIUGP അഥവാ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നത് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്. ഇതിന് മുന്നോടിയായിട്ട് 3 കമ്മിറ്റികൾ നിയോഗിച്ചു. ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്, മറ്റൊന്ന് എക്സാം നടത്തിപ്പ്, എക്സാം റിഫോം അല്ലെങ്കിൽ എക്സാം കണ്ടക്ടിങ്ങിനെ പറ്റി കൂടുതൽ പഠിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട്, മറ്റൊരെണ്ണം യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, യൂണിവേഴ്സിറ്റി സംബന്ധിച്ച നിയമങ്ങൾ പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള 3 കമ്മിറ്റികളുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ കേരളത്തിൽ FIUGP നടപ്പിലാക്കുന്നത്. പലരും സംശയിക്കുന്നത് പോലെ നിലവിലുള്ള 3 വർഷ ഡിഗ്രി കോഴ്സിനൊപ്പം 1 വർഷം കൂടെ അധികം ആഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഒന്നുമല്ല. അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവാണ് ഈ പറയുന്ന FIUGP എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് FIUGP എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം അഭിരുചി അനുസരിച്ചിട്ട് വിഷയങ്ങൾ ചൂസ് ചെയ്ത് മേജറായോ മൈനറായോ പഠിക്കാൻ കഴിയുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ബൊഫെ നടത്തുന്ന റെസ്റ്റോറൻറ്റിൽ എത്തിയ പ്രതീതിയാണ്. അവർക്ക് ഒത്തിരി കോഴ്സുകൾ അവൈലബിൾ ആണ്. അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാം. നിലവിലെ സിസ്റ്റം അനുസരിച്ച് BSc കെമിസ്ട്രി പഠിക്കുന്ന കുട്ടി മസ്റ്റായിട്ട് മാത്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വരുന്ന സിസ്റ്റം അനുസരിച്ചിട്ട് കുട്ടിക്ക് BSc കെമിസ്ട്രി പഠിക്കാം. മാത്സ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ പേപ്പർ പഠിക്കണ്ട. പകരം വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള പേപ്പർ പഠിച്ചാൽ മതി. മ്യൂസിക്കോ മലയാളമോ ഒക്കെ പഠിച്ചാൽ മതി. ഇതൊരു ഓപ്ഷനാണ്. ഇനി കുട്ടികൾക്ക് കിട്ടുന്ന മറ്റൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് സ്വിച്ചിങ് ഓപ്ഷനാണ്. കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോളേജിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പഠനത്തിനിടയിൽ മാറാൻ അവസരമുണ്ട്. വേണമെങ്കിൽ ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലോട്ട് മാറാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് വേണമെങ്കിലും കുട്ടിക്ക് മാറാൻ കഴിയും. ഈ ഒരു സ്വിച്ചിങ് ഓപ്ഷൻ ഇപ്പോൾ ആപ്ലിക്കബിൾ ആവുന്നത് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അവസാനം മാത്രമാണ്. അതായത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ മാത്രമാണ് ഈ സ്വിച്ചിങ് ഓപ്ഷൻ കുട്ടിക്ക് ഇപ്പോൾ ഇനേബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ BSc ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ഇനി അത് പറ്റുന്നില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇയറിൽ BA ഫിലോസഫിയിലേക്കോ BA ഹിസ്റ്ററിയിലോ ഒക്കെ മാറാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഈ FIUGP ഓഫർ ചെയ്യുന്നു. FIUGP ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിലും ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. നിലവിലെ സാഹചര്യം അനുസരിച്ച് എപ്പോൾ എക്സാം ഡിക്ലെയർ ചെയ്യും, എപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നൊന്നും ഒരു തീർച്ചയായിട്ടും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷേ ഇനി മുതൽ അതുണ്ടാവില്ല. കൃത്യമായ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് എക്സാം നടത്തുകയും എക്സാം നടത്തി 1 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യും. നിലവിൽ 3 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ. പക്ഷേ ഇനി മുതൽ എക്സാമുകൾ 2 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യൂണിവേഴ്സിറ്റി എക്സാം നടത്തിപ്പിന് വേണ്ടിയിട്ട് വിവിധ സബ്ജക്റ്റുകളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ യൂണിവേഴ്സിറ്റി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനി മറ്റൊരു ശ്രദ്ധേയമായ മാറ്റം എന്ന് പറയുന്നത് ഇനി മുതൽ പ്രാക്ടിക്കൽ എക്സാമുകൾക്ക് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഉണ്ടാവില്ല. സാധാരണഗതിയിൽ വേറൊരു കോളേജിൽ അല്ലെങ്കിൽ മറ്റൊരു ഫാക്കൽറ്റി വന്നിട്ടാണ് വിലയിരുത്തുന്നത്. ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ എക്സാമുകളെല്ലാം ഇൻറ്റേർണൽ വാല്യുവേഷൻ തന്നെയായിരിക്കും. അതാത് കോളേജിലെ ടീച്ചേഴ്സ്, ലാബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമുകളെല്ലാം അതാത് കോളേജിലെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും വാല്യൂ ചെയ്യുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി റിട്ടൺ എക്സാംസിൻ്റെ കേസിൽ വരുമ്പോൾ ഓഡ് സെമസ്റ്റേഴ്സ് ആയിട്ടുള്ള 1, 3, 5, 7 ഈ സെമ്മുകളിലെ പേപ്പറുകൾ അതാത് കോളേജിലെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും നോക്കി മാർക്കിടുക. ഈവൻ സെമസ്റ്റേഴ്സ് ആയിട്ടുള്ള 2, 4, 6, 8 ഈ സെമ്മുകളിൽ സാധാരണഗതിയിലെ പോലെ എക്സ്റ്റേണൽ വാല്യുവേഷൻ ആയിരിക്കും, ക്യാമ്പ് വാല്യുവേഷൻ ആയിരിക്കും. പേപ്പറുകൾ, ആൻസർ ഷീറ്റുകൾ ക്യാമ്പിലോട്ട് അയച്ചിട്ട് വാല്യുവേഷൻ നടത്തും. ഓഡായാലും ഈവൻ ആയാലും ഇൻറ്റേർണൽ ആയാലും എക്സ്റ്റേണൽ വാല്യുവേഷൻ ആയാലും മാർക്ക് ഷീറ്റുകൾ അല്ലെങ്കിൽ മാർക്കുകളെല്ലാം യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കപ്പെടുകയും അവിടുന്ന് യൂണിവേഴ്സിറ്റിയുടെ എക്സ്ക്ലൂസീവ് പോർട്ടലിലൂടെ എക്സാം നടന്ന് 1 മാസത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ഇനി നടപ്പിലാക്കാൻ പോകുന്നത്.
FIUGPയിൽ ഇന്റേണൽ മാർക്കുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാർക്ക് തമ്മിലുള്ള പ്രൊപ്പോർഷനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ CE മാർക്ക് എന്നൊക്കെ പറയുമല്ലോ, അത് ആ മാർക്കും നമ്മൾ എക്സാമിന് എഴുതിയെടുക്കേണ്ട മാർക്കും തമ്മിലുള്ള പ്രൊപ്പോർഷൻ, മാർക്കല്ല ഞാൻ പറയുന്നത്, പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 30:70 എന്നൊരു പ്രൊപ്പോർഷനായിട്ടാണ്. അതായത് 30% മാർക്ക് CE മാർക്ക് അല്ലെങ്കിൽ ഇന്റേണൽ മാർക്കും, ദെൻ 70% നമ്മൾ എക്സാമിന് എഴുതി വാങ്ങേണ്ട മാർക്കുമാണ്. ഇനി പ്രാക്ടിക്കൽ എക്സാംസ് വരുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മാറും. 40% ഇന്റേണൽ മാർക്കും 60% നമ്മൾ എഴുതി വാങ്ങേണ്ട മാർക്കുമാണ്. ഇനി നമുക്ക് FYUGP ഓഫർ ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഡിഗ്രീസിനെ കുറിച്ച് പറയാം. കേന്ദ്രതലത്തിൽ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് പോയിന്റുകളാണ് FYUGP പ്രോഗ്രാമുകൾക്ക് ഉറപ്പുവരുത്തുന്നതെങ്കിലും കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഒരു സിംഗിൾ എക്സിറ്റ് പോയിന്റ് മാത്രമാണ്. അതായത് 3 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ കുട്ടിക്ക് കോഴ്സ് നടത്താനുള്ള റൈറ്റ് ഉള്ളൂ, പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ 3 വർഷം ആവശ്യമായ ക്രെഡിറ്റുകളോടുകൂടി പാസ്സാവുന്ന കുട്ടിക്ക് കിട്ടുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഇനി 4 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടിക്ക് കിട്ടുന്നത് 2 ഓപ്ഷൻസ് ഉണ്ട്. ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി നേടാം, അതല്ലാന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി നേടാം. ഈ ക്രൈറ്റീരിയ എന്തെന്ന് പറയുന്നത് ആദ്യത്തെ 3 വർഷങ്ങളിൽ, അതായത് ആദ്യത്തെ 6 സെമസ്റ്ററുകളിൽ 75% എബോവ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 4ാമത്തെ വർഷം ബാച്ചിലേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കിട്ടും. 75% താഴെയാണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ 3 ഡിഗ്രികൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് ഇറങ്ങുന്ന 3 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടി 2 വർഷം PGക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതല്ല, 4 ഇയർ കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് ഇറങ്ങുന്ന കുട്ടിക്ക് PG 1 ഇയർ പഠിച്ചാൽ മതി. PGയിലപ്പോൾ ആ കുട്ടി സെക്കൻഡ് ഇയറിലേക്ക് ഒരു ലാറ്ററൽ എൻട്രി പോലെ PG സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് എൻട്രി ആ കുട്ടിക്ക് കിട്ടും. ഇനി 4 ഇയറിൽ തന്നെ ബാച്ചിലേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി ആയിട്ട് ഇറങ്ങുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് 6th സെം വരെ 75% എബോവ് മാർക്കൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡയറക്റ്റ് PhD അഡ്മിഷൻ കിട്ടും. കോളേജ് ടീച്ചിങ് എബിലിറ്റി കിട്ടുന്ന എൻട്രൻസ് എക്സാം ആയിട്ടുള്ള നെറ്റ് എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷനും ആ കുട്ടിക്ക് കിട്ടും. നമുക്കിനി ക്രെഡിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റ് എന്ന് സംസാരിക്കാം. നമുക്ക് ഈ 3 വർഷത്തെ ഡിഗ്രിയുമായി പുറത്തിറങ്ങണം, 3 വർഷം കഴിഞ്ഞ് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 133 ക്രെഡിറ്റുകളാണ് മിനിമം വേണ്ടത്. മാക്സിമം 150 ക്രെഡിറ്റ് വരെ അവന് നേടാം. ഇനി 4 വർഷത്തെ ഓണേഴ്സ് റിസർച്ച് ഡിഗ്രി അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം 177 ക്രെഡിറ്റ് ആണ് വേണ്ടത്. മാക്സിമം 200 ക്രെഡിറ്റ് വരെ ആ കുട്ടിക്ക് നേടാം. അപ്പോൾ ഇനി എന്താണ് ഈ ക്രെഡിറ്റ് എന്ന് പറയാം. നമ്മൾ ഡിഗ്രി പ്രോഗ്രാമുകളിലൊക്കെ പഠിക്കുന്ന ഓരോ പേപ്പറിനെയും വിളിക്കുന്നത് ഓരോ കോഴ്സ് എന്നാണ്. ഓരോ കോഴ്സിനും വിവിധങ്ങളായ ക്രെഡിറ്റുകളുണ്ട്. ചിലപ്പോൾ 3 ക്രെഡിറ്റുള്ള കോഴ്സുകളായിരിക്കാം, 4 ക്രെഡിറ്റുള്ള കോഴ്സ്, 2 ക്രെഡിറ്റുള്ള കോഴ്സ്, അങ്ങനെ ആകെത്തുക ഈ വിവിധ സെമ്മുകളിലായിട്ട് കുട്ടി പഠിച്ചെഴുതി പാസ്സാകുന്ന കോഴ്സുകളുടെ, ആ കോഴ്സുകളുമായി അസോസിയേറ്റ് ചെയ്ത ക്രെഡിറ്റുകളുടെ ആകെത്തുകയാണ് ഈ പറഞ്ഞ 133, 177 എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ. ഈ FYUGPയിൽ പല ടൈപ്പിലുള്ള കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ്, DSC, നമ്മൾ എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ പോയി അഡ്മിഷൻ എടുക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ്. ദെൻ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്. കുട്ടിക്ക് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിഷൻ എടുത്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്റ്റീവ് കോഴ്സുകളുണ്ട്. പിന്നീട് വരുന്നത് ജനറൽ ഇലക്റ്റീവുകളാണ്. അതായത് ജനറൽ ഇലക്റ്റീവ് കോഴ്സുകൾ തന്നെ നമുക്ക് പിന്നെയും 4ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. MDC, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്. കുട്ടി വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഒരു കോഴ്സ് പഠിച്ചാൽ അതിനെയൊക്കെയാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസുകൾ എന്ന് പറയുന്നത്. ദെൻ AEC, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്. അത് ഈ പറയുന്ന ലാംഗ്വേജ് കോഴ്സസുകളൊക്കെയാണ്. മലയാളം, സാൻസ്ക്രിറ്റ്, സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി, ഇതൊക്കെയാണ് AEC കോഴ്സുകൾ എന്ന് പറയുന്നത്. ദെൻ VAC ഉണ്ട്, വാല്യൂ ആഡഡ് കോഴ്സസുകളുണ്ട്. കുട്ടിക്ക് പ്രായോഗിക പരിശീലനം കിട്ടാൻ വേണ്ടി കുട്ടി ചൂസ് ചെയ്യുന്ന കോഴ്സുകളാണ്. ഫോർ എക്സാമ്പിൾ ടാലി, അക്കൗണ്ടിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ദെൻ ദെയർ ആർ SCC കോഴ്സുകളുണ്ട്, സ്കിൽ എൻഹാൻസിങ് കോഴ്സസ്. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോഡിങ്, പ്രോഗ്രാമിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ ഓരോന്നും കുട്ടി എടുത്ത് പഠിക്കുമ്പോൾ കുട്ടിക്ക് അതുമായി അനുബന്ധപ്പെട്ട ക്രെഡിറ്റുകൾ കിട്ടുന്നു. അപ്പോൾ ഈ ക്രെഡിറ്റുകളാകത്തൊക്കെ കൂട്ടിയിട്ടാണ് കുട്ടി 3 വർഷത്തിനുള്ളിൽ ബാച്ചിലറായി പുറത്തിറങ്ങാൻ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ 4 വർഷത്തിനുള്ളിൽ റിസർച്ച് ഡിഗ്രി ആയിട്ട് പുറത്തിറങ്ങാൻ എലിജിബിൾ ആണോ എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിൽ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, അതിന് പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്രെഡിറ്റ് കിട്ടും. ഇനി 8th സെം വരെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, ആ കുട്ടി റിസർച്ച് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് റിസർച്ച് പ്രോജക്റ്റ്, അതിന് 12 ക്രെഡിറ്റുകളാണ് കിട്ടുന്നത്. ഇനി അതല്ല ആ കുട്ടി ഓണേഴ്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഇൻറ്റേൺഷിപ്പ് പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിനും 12 ക്രെഡിറ്റുകളാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കോഴ്സുകളിലൂടെ കുട്ടികൾക്ക് ക്രെഡിറ്റുകൾ അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന FYUGP ഓഫർ ചെയ്യുന്ന ഒരു
ഫാസ്റ്റ് എക്സിസ് സിസ്റ്റം ഉണ്ട്. N-1 എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഫോർമുലയിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെമസ്റ്റേഴ്സ് -1. ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സെം ആണല്ലോ 3 വർഷം. ഈ 6 സെം വേണമെങ്കിൽ n-1 6 - 1 = 5 സെം. 5 സെമസ്റ്റേഴ്സ് അഥവാ 2.5 വർഷം കൊണ്ട് മിടുക്കനായ പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 4 വർഷത്തെ കോഴ്സ്, 4 വർഷം എന്ന് പറയുമ്പോൾ 8 സെമസ്റ്റേഴ്സ്. ഈ പറയുന്ന n-1 ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ 8 - 1 7 സെമസ്റ്റേഴ്സ് അഥവാ 3.5 വർഷം കൊണ്ട് വേണമെങ്കിലും ഒരു കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം വേണ്ട ക്രെഡിറ്റ് എന്ന് പറയുന്നത് 133. 4 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 177 ക്രെഡിറ്റുകളാണ്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന പേപ്പേഴ്സ് അല്ലാതെ നമ്മൾ പഠിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് കോർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓഫർ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സസുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനും ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ക്രെഡിറ്റും നമ്മളല്ലാതെ റെഗുലറായിട്ട് പഠിക്കുന്ന ക്രെഡിറ്റൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 6 സെമസ്റ്റർ പഠിക്കാതെ തന്നെ 5 സെമസ്റ്ററിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ക്രെഡിറ്റ് പോയിന്റുകൾ നേടാനായിട്ട് പറ്റും. ക്രെഡിറ്റ് പോയിന്റ് കിട്ടും. 8 സെമസ്റ്റർ പഠിക്കാതെ 7 സെമസ്റ്റർ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന മിനിമം ക്രൈറ്റീരിയ 177 ക്രെഡിറ്റ് പോയിന്റ് കിട്ടിയെന്നിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2.5 വർഷം കൊണ്ട് 3 വർഷത്തെ കോഴ്സും 3.5 വർഷം കൊണ്ട് 4 വർഷത്തെ കോഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നു. അവിടെയും ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ സെമ്മിൽ ഒരു കുട്ടിക്ക് 21 ക്രെഡിറ്റ് മിനിമം, ഈ ഓൺലൈൻ കോഴ്സൊക്കെ ചെയ്ത് വേണമെങ്കിൽ 28 ക്രെഡിറ്റ് വരെ മാക്സിമം നേടാൻ പറ്റും. കുറേ നേരമായി ക്രെഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ക്രെഡിറ്റിനാണ് ഇവിടെ വാല്യൂ. ക്രെഡിറ്റ് അനുസരിച്ചിട്ടാണ് ഈ കുട്ടിയുടെ പ്രോഗ്രഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്യാനായിട്ട് ഒരു എൻറ്റിറ്റി തന്നെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ABC അഥവാ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ കുട്ടി നേടിയെടുക്കുന്ന ഈ പഠന കാലയളവിൽ കുട്ടി നേടിയെടുക്കുന്ന ക്രെഡിറ്റുകൾ സേവ് ചെയ്യുക. ഇനി ഇൻ കേസ് കുട്ടി കോളേജോ ഡിപ്പാർട്ട്മെൻറ്റോ യൂണിവേഴ്സിറ്റിയോ മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ഇത് റെഡീം ചെയ്തിട്ടാണ് കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ABC ഇഷ്യൂ ചെയ്യുന്ന ഒരു EPAR ID ഉണ്ട്. EPAR മീൻസ് ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. ഒരു 12 ഡിജിറ്റ് ID ആണ്. ആധാറും ഡിജി ലോക്കറും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കുട്ടിക്ക് ഇത് കിട്ടുക. ഈ ID ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അക്കാഡമിക് പ്രോഗ്രഷൻ ഇൻ ടേംസ് ഓഫ് ക്രെഡിറ്റ് നമുക്ക് എക്കാലവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഈ പറയുന്ന ഈ ഫ്രഷ് അപ്രോച്ച് അല്ലെങ്കിൽ ഈ പെർസ്പെക്റ്റീവിന് ശേഷം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഡിഗ്രി അത് ഏത് സ്ട്രീമിലാണ് അല്ലെങ്കിൽ ഏതിനാണ് മെജോറിറ്റി അല്ലെങ്കിൽ ഏതാണ് മൈനർ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് പോലും 3-ാമത്തെയോ 4-ാമത്തെയോ ഒക്കെ വർഷമായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു മേജർ എടുക്കുന്ന കുട്ടിക്ക് സിംഗിൾ മേജറാണ് കുട്ടി പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന ഡിഗ്രി പ്രകാരമായിരിക്കും മേജർ ഇൻ BA എക്കണോമിക്സ്. ഇനി അതല്ല ഒരു സിംഗിൾ മേജറോടൊപ്പം മൈനർ സബ്ജക്റ്റ്, ഈ മൈനർ എന്നൊക്കെ പറയുന്നത് പണ്ട് നമ്മൾ കോർ കോംപ്ലിമെൻ്ററി മെയിൻ സബ് എന്നൊക്കെ പറയുന്ന ആ ഒരു ആസ്പെക്റ്റ് തന്നെയാണ്, ഒന്ന് മോഡിഫൈ ചെയ്ത് അവതരിപ്പിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BA എക്കണോമിക്സ് മേജർ വിത്ത് ഇംഗ്ലീഷ് ആൻഡ് ഫിലോസഫി മൈനർ, അതായിരിക്കും ആ കുട്ടിക്ക് കിട്ടുന്ന ഡിഗ്രിയുടെ ടൈറ്റിൽ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മേജർ എക്കണോമിക്സ് വിത്ത് ഇംഗ്ലീഷ് മൈനർ, ആ കുട്ടി മേജർ എക്കണോമിക്സ് എടുത്തിട്ട് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മൈനർ പേപ്പറുകളാണ് ബാക്കി എല്ലാം എടുത്തത്. ഇനി വേണമെങ്കിൽ കുട്ടിക്ക് വേണമെങ്കിൽ ഡബിൾ മേജർ ഓപ്ഷൻസ് ഉണ്ട്. ഡബിൾ മേജർ കോഴ്സസ്, ആ കുട്ടി എടുക്കുന്നതെല്ലാം 2 സബ്ജക്റ്റിൽ നിന്നുള്ള മേജർ കോഴ്സുകളാണ് കുട്ടി പഠിച്ചിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ആൻഡ് മീഡിയ സ്റ്റഡീസ് മേജർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കുട്ടിക്ക് കിട്ടുന്ന ടൈറ്റിലുകൾ അല്ലെങ്കിൽ അക്കാഡമിക് അച്ചീവ്മെൻറ്റുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. മേജർ മൈനർ ആ ഒരു ടേമിലായിരിക്കും നമ്മൾ ഇനി മുതൽ ഡിഗ്രികളെ നമ്മൾ മെൻഷൻ ചെയ്യുക. ഇത്രയുമാണ് വരാൻ പോകുന്ന നടപ്പിലാക്കപ്പെടുന്ന FYUGP അഥവാ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള പ്രിലിമിനറി ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും രക്ഷകർത്താക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് വാച്ചിങ്. താങ്ക് യു.